ഒരു മുരീദ്, ഒരു വ്യക്തി, അദ്ദേഹം ശൈഖ് ശിബിലിയുടെ ശിഷ്യനാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. ശിബിലി പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിപ്പിക്കാം, പക്ഷേ ഞാൻ കൽപ്പിക്കും പോലെ നിങ്ങൾ അനുസരിക്കണം. ശിബിലി പറയാൻ, നിങ്ങളെ എന്റെ മുരീദാക്കാം, പക്ഷേ ഞാൻ കൽപ്പിക്കുന്നത് പോലെ അനുസരിക്കണം. അത് കേട്ടപ്പോൾ വ്യക്തി സമ്മതിച്ചു, ഇയാൾ സമ്മതിച്ചു. എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കലിമ ചൊല്ലുക? ശിബിലി ചോദിക്കുകയാണ്, എങ്ങനെയാ നിങ്ങൾ കലിമ ചൊല്ലുക? ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹു ഏകനാണെന്നും മുഹമ്മദ് നബി അവന്റെ പ്രവാചകനാണെന്നും ഞാൻ കലിമ ചൊല്ലും. ആ സന്ദർഭത്തിൽ ഈ ശിബിലി പറയാ, പോരാ, അതല്ല കലിമ. പിന്നെന്താ കലിമ? അല്ലാഹു ഏകനാണെന്നും ശിബിലി അവന്റെ പ്രവാചകനാണെന്നും പറയണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വശിബിലി റസൂലുള്ളാഹ് എന്ന് പറയണം, എങ്കിലേ കലിമയാകൂ. ശിബിലി ആവശ്യപ്പെടുകയാണത്. വ്യക്തി അപ്രകാരം പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോ വ്യക്തി അപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കലിമയെ തന്നെ മാറ്റിക്കളഞ്ഞു. പരീക്ഷിക്കുകയാണ്, നിരീക്ഷിക്കുകയാണ്, നമുക്ക് പറ്റിയ ആണോ എന്ന് നിരീക്ഷിക്കുകയാണ് എന്നാണ്. അങ്ങനെ ഇയാൾ കലിമ മാറ്റി ചൊല്ലിക്കഴിഞ്ഞപ്പോ ഉടനെ ശൈഖ് പറഞ്ഞു, സഹോദര, ഞാൻ താങ്കളെ പരീക്ഷിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ് കേട്ടോ, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ പാവപ്പെട്ടവൻ പ്രവാചക പ്രഭുവിന്റെ വിനീതനായ ഒരു സേവകൻ മാത്രമാണെന്ന് തങ്ങൾക്കറിയാമല്ലോ എന്ന് ശിബിലി പറഞ്ഞു. പിന്നെന്താണ്? ഒരു പരീക്ഷണം നടത്തിയതാ. എങ്ങനെയാ പരീക്ഷിക്കുന്നത്? ഷഹാദത്ത് കലിമയെ തന്നെ മാറ്റിയിട്ട്. ഈ ചിന്താഗതി മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു. ഈ സൂഫിസം കടന്നു വന്നു, തരീഖത്ത് പ്രസ്ഥാനങ്ങൾ കടന്നു വന്നു. ആളുകൾ നോക്കുമ്പോൾ ഇതാണ് ഇസ്ലാം. കാരണം വലിയ തലപ്പാവണിഞ്ഞ് നീണ്ട ദാടി വെച്ചുകൊണ്ട്, അതുപോലെ നീളക്കുപ്പായം ധരിച്ച്, ഉലുവാൻ പുകച്ച്, സുഗന്ധം പൂശി, അങ്ങനെ ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് വലിയ അതേ തത്വചിന്തയിലാണ് തങ്ങളുള്ളത്. അങ്ങേയറ്റം അല്ലാഹുവിലേക്ക് വിലയം പ്രാപിച്ച അവസ്ഥയിലാണ്. അങ്ങനെ പിച്ചും പേയും പറഞ്ഞു നടക്കുന്ന അവസ്ഥ. ആ അവസ്ഥയിൽ ഈ മനുഷ്യൻ പറയുന്നത് മുഴുവൻ ദീനായി ആളുകൾ കൊണ്ടു നടക്കുന്ന സാഹചര്യം. ആ സാഹചര്യം സമൂഹത്തിൽ ഉടലെടുത്തപ്പോൾ ഇസ്ലാമിലില്ലാത്ത പല ചിന്താഗതികളും മുസ്ലിം സമൂഹത്തിലേക്ക് വളരെ വേഗത്തിൽ കടന്നു വന്നു. അവതാര സങ്കല്പങ്ങൾ മുസ്ലിം സമൂഹത്തിനിടയിലേക്ക് കടന്നു വന്നു. വഹദത്തുൽ വുജൂദിന്റെ ചിന്താഗതികൾ കടന്നു വന്നു. വഹദത്തുൽ വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്മയുടെ ഏകത്വം എന്നാണ് അതിന് പരിഭാഷ നൽകപ്പെടാറുള്ളത്. ഉണ്മയുടെ ഏകത്വം എന്ന് പറഞ്ഞാൽ പറഞ്ഞു വരുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അദ്വൈതം, ദ്വൈതമല്ലാത്തത്, രണ്ടല്ലാത്തത് എന്ന ചിന്താഗതി. ലോകത്ത് നിലനിൽക്കുന്ന മുഴുവൻ തരീഖത്ത് പ്രസ്ഥാനങ്ങളും ഏറ്റെടുത്ത ചിന്താഗതി വഹദത്തുൽ വുജൂദ്. എന്നാൽ അദ്വൈതമാണെന്ന് സമ്മതിക്കുമോ? ഒരിക്കലും സമ്മതിക്കില്ല. അദ്വൈതമാണ് എന്നവർ സമ്മതിച്ചു തരുമോ? ഇല്ല, അദ്വൈതമല്ലത്, ഇത് അതിനേക്കാൾ മുന്തിയ സാധനമാണ് എന്നാണ്. ഉണ്മയുടെ ഏകത്വം, വഹദത്തുൽ വുജൂദിന്റെ ചിന്താഗതി ഈ സമൂഹത്തിൽ കടത്തിക്കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, ആ ചിന്താഗതിയുടെ ഭാഗമായി കൊണ്ട് അവതരിപ്പിച്ചു എന്ത്? അല്ലാഹുവിൽ വിലയം പ്രാപിക്കണം, ഇഷ്കുണ്ടാകണം, പ്രേമമുണ്ടാകണം. ആരെയാ പ്രേമിക്കേണ്ടത്? അള്ളാനെ പ്രേമിക്കണം. ആരാ സംശയിക്കുക? ഒരാൾക്കെങ്കിലും സംശയമുണ്ടാകുമോ? അള്ളാനെ പ്രേമിക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തർക്കിക്കുമോ? ഇല്ല. കാരണം ഖുർആൻ തന്നെ പറയുന്നത് അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, തീർച്ചയായും വിശ്വാസികൾ അല്ലാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് ഖുർആൻ. വമിനൻ നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. മനുഷ്യരിൽ ചില ആളുകളുണ്ട് അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന്റെ സമന്മാരെ നിശ്ചയിച്ചവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ആ വസ്തുക്കളെ സ്നേഹിക്കുകയാണ്. എന്നാൽ വിശ്വാസികളാകട്ടെ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അല്ലാഹുവിനെയാണ് അവർ അങ്ങേയറ്റം സ്നേഹിക്കുന്നത്, അല്ലാഹുവിനെയാണ് അവർക്ക് ഇഷ്ടം. ഇത് ഖുർആൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് സൂഫി, ഇഷ്ക്, പ്രേമം, അള്ളാനെ പ്രേമിക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും തെറ്റിദ്ധരിച്ചില്ല. പക്ഷേ സൂഫി അതിര് കടന്നുപോയി, അതിര് വിട്ടുപോയി. എന്നിട്ട് എന്താ പറഞ്ഞത്? അതെ, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഏതെങ്കിലും മാനദണ്ഡത്തിലല്ല, നേരെ മറിച്ച് ഞാനാകുന്ന ഉപ്പുകട്ട, സൂഫി പറയുന്നു, സൂഫി വിശദീകരിക്കുന്നു, ഞാനാകുന്ന ഉപ്പുകട്ട സമുദ്രത്തിന്റെ ആഴമറിയാൻ വേണ്ടി സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങി. ഈ ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴമളക്കാൻ വേണ്ടിയിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഊളിയിട്ടിറങ്ങിയപ്പോൾ എന്താ സംഭവിച്ചത്? ഞാനാകുന്ന ഉപ്പുകെട്ട അല്പാൽപമായി അലിയാൻ തുടങ്ങി. അങ്ങനെ ആ അല്പാൽപമായി ഉപ്പുകെട്ട അലിഞ്ഞലിഞ്ഞലിഞ്ഞ് വിശാലമായ ആ സമുദ്രത്തിലേക്ക് അങ്ങ് ചേർന്നു. ഇപ്പോൾ ഞാനും സമുദ്രവും രണ്ടല്ലാതായി മാറി.
ഇതാണ് സൂഫി പറഞ്ഞ ഉദാഹരണം. എന്തിനാ ഇത് പറഞ്ഞത്? സൂഫിയാകുന്ന ഉപ്പുകട്ട അള്ളയാകുന്ന ആ സാഗരത്തിലേക്ക്, അതിന്റെ അടിത്തട്ടിലേക്ക് ഉളിയിട്ടിറങ്ങിയപ്പോൾ സൂഫിയാകുന്ന ഉപ്പുകട്ട അല്പമായി ലയിക്കാൻ തുടങ്ങി. അങ്ങനെ ലയിച്ച് 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 ആ ഉപ്പുകട്ട, സൂഫിയാകുന്ന ഉപ്പുകട്ട ലയിച്ച് ലയിച്ച് അള്ളാഹുവിൽ വിലയം പ്രാപിച്ച് അവസാനം അള്ളയും സൂഫിയും രണ്ടല്ലാതായി മാറി. അവസാനം ആ സൂഫി പറയുകയാണ്, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അള്ളാഹ്, ഞാൻ തന്നെയാണ് ദൈവം, ഞാൻ തന്നെയാണ് അള്ളാഹ്, വേറെ അള്ളയില്ല. അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അള്ളാഹ്, ബാക്കിയെല്ലാം അള്ളയാണ്, അള്ളയല്ലാത്തതൊന്നുമില്ല, അള്ളയല്ലാത്തതൊന്നുമില്ല. അങ്ങനെയാണ് ഒരു പുതിയ ദിക്ർ സമൂഹത്തിൽ പ്രചരിച്ചത്. ഏതാണ് ആ ദിക്ർ? ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ ഇത് പറഞ്ഞിട്ടുണ്ട്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അറിയണം, മനസ്സിലാക്കണം, നിശ്ചയമായും കാര്യം അല്ലാഹയല്ലാതെ ആരാധ്യനില്ലെന്ന് അല്ലാഹു ഖുർആനിൽ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അത് സൂഫി പറഞ്ഞപ്പോഴെന്തായി? ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതൊന്നുമില്ല, എല്ലാം അല്ലാഹയാണ്, എല്ലാം അല്ലാഹയാണ്, എല്ലാം അല്ലാഹയാണ്. അല്ലാഹുവാണ്. അല്ലാഹുവിൽ വിലയം പ്രാപിച്ചാൽ എങ്ങനെയാണ് നാം? അള്ളാഹുവിൽ വിലയം പ്രാപിച്ചാൽ അങ്ങനെയാണ്. അങ്ങനെ പിന്നെ ആ വിലയം പ്രാപിച്ച മനുഷ്യൻ അവനാണ് ഇൻസാനുൽ കാമിൽ, പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വിലയം പ്രാപിച്ചവനാണ് പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വിലയം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രത്യേകതകൾ ആ മനുഷ്യനുണ്ടാകുമെന്നാണ്. ആ പ്രത്യേകതകൾ ഉണ്ടാകുമെന്നാണ് ഇൻസാനുൽ കാമിലിന്. ആ പ്രത്യേകതകൾ ആവാഹിക്കാൻ കഴിയുമെന്നാണ്. കാരണം അള്ളാഹുവിൽ വിലയം പ്രാപിച്ചവനാണ്. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളതിനോട് അവൻ പറയുക, കുമ്പി ഇതിനി, എന്റെ അനുമതി പ്രകാരം എണീക്ക്, എന്റെ അനുമതി പ്രകാരം എണീക്ക്, എന്റെ അനുമതി പ്രകാരം എണീക്ക് എന്ന് പറയാവുന്ന ആ ക്വാളിറ്റിയിലേക്ക് ആ മനുഷ്യൻ ഉയരുമെന്നാണ്. ഈ ചിന്താഗതി സമൂഹത്തിൽ ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്നു. അത് പ്രചരിക്കാൻ തുടങ്ങി. അത് വ്യത്യസ്തങ്ങളായ തരീഖത്ത് പ്രസ്ഥാനങ്ങളായി സമൂഹത്തിൽ ഉടലെടുത്തു എന്ന് മാത്രമല്ല, ഓരോ തരീഖത്തുകളും അവരുടേതായ ചിന്താഗതികൾ, ആ ചിന്താഗതികൾക്ക് പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, പുതിയ പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എത്രത്തോളം നിങ്ങൾ മനസ്സിലാക്കണം. ഈ രൂപത്തിൽ ഏതെങ്കിലും ഒരു ശൈഖ് ഉണ്ടായി, ഇൻസാനുൽ കാമിലായി, അയാളുടെ മുന്നിൽ അതേ സ്വീകരിക്കുവാൻ വേണ്ടി, അയാളുടെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ വേണ്ടി ഒരു മുരീദ് എത്തിക്കഴിഞ്ഞാൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാ. നിങ്ങൾ നോക്കൂ, ചിസ്തികൾ എന്ന് പറയുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, തലമുണ്ടനം ചെയ്യണം, മുട്ടയടിക്കണം, തലമുണ്ടനം ചെയ്യണം, തലയിലെ മുടികൾ നീക്കണം. ഇസ്ലാമിൽ ഹജ്ജുമായി ഉംറയുമായി ബന്ധപ്പെട്ട ഒരു കർമ്മം, ആ കർമ്മത്തിന്റെ ഭാഗമായി അതിൽ നിന്ന് തഹലീലാകാൻ വേണ്ടിയിട്ട് തലമുണ്ടനം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാത്ത നിലക്ക് തലമുണ്ടനം ചെയ്യുക എന്നത് വെറുക്കപ്പെട്ട കാര്യമാണ്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിരോധമുള്ള കാര്യമാണ്. എന്നാൽ മനസ്സിലാക്കണം, ഈ രൂപത്തിൽ ഈ ശൈഖിന്റെ മുരീദാകാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശിഷ്യത്വം സ്വീകരിക്കുന്നവരുടെ തലമുണ്ടനം ചെയ്യുന്ന പതിവ് മഹ്ലൂക്ക് ഖർദൻ ചിസ്തികൾക്കുണ്ടായിരുന്നു. പേരതാണ് മഹ്ലൂക്ക് ഖർദൻ. സർവസ്വവും ദൈവത്തിൽ സമർപ്പിക്കാൻ സന്നദ്ധനാണെന്നതിനുള്ള ബാഹ്യപ്രകടനമാണിത്. അപ്പൊ ഒരു മുരീദ് ചെന്നാൽ ആദ്യം തലമുട്ടയടിക്കണമെന്നാണ്. ശേഷം കിഴക്കോട്ട് മുഖം തിരിച്ച് പായിലോ വിരിപ്പിലോ ഇരിക്കും. ശിഷ്യത്വം ആഗ്രഹിക്കുന്നയാൾ അഥവാ മുരീദ് ശൈഖിന് അഭിമുഖമായി പടിഞ്ഞാറോട്ട് മുഖമായി ഇരിക്കും. എന്നിട്ട് ഇരുവരുടെയും പെരുവിരൽ തൊട്ടിരിക്കും വിധം ശൈഖ് ശിഷ്യന്റെ വലതുകരം പിടിക്കുന്നു. സ്ത്രീകളാണെങ്കിൽ ശൈഖ് തന്റെ മേൽമുണ്ട് നീട്ടും. അതിന്റെ ഒരറ്റത്ത് ശൈഖും മറ്റേ അറ്റത്ത് ശിഷ്യയും പിടിക്കും. വേറെ ചില ആളുകൾ ഡയറക്റ്റ് ആണെന്നാ. ഇനി അതല്ല, ഡയറക്റ്റ് അല്ലെങ്കിൽ ഈ രൂപത്തിൽ തുണി പിടിക്കലാണ്. പ്രതിജ്ഞാകർമ്മത്തിന് ശിഷ്യൻ ശൈഖിന്റെ മുമ്പിൽ ചില വസ്തുക്കൾ കാഴ്ചവെക്കുന്ന പതിവുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ബയത്ത് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശൈഖിന്റെ മുന്നിൽ ചില വസ്തുക്കൾ കാഴ്ചവെക്കണം. എന്തൊക്കെയാ കാഴ്ചവെക്കുന്നത്? ഒരു സ്യൂട്ട് വസ്ത്രം, ഒരു സ്യൂട്ട് വസ്ത്രം ഏതുമാകാം, ഒരു സ്യൂട്ട് വസ്ത്രം, ഖുൽഗ, മാത്രമല്ല പണം, മലര്, മധുരപലഹാരം, ചന്ദനം, പുഷ്പങ്ങൾ, കുന്തിരിക്കം തുടങ്ങിയ എന്ന് പറഞ്ഞ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിജ്ഞയുടെ അഥവാ ബൈഅത്തിന്റെ ആദ്യപടിയായ ശിഷ്യൻ ദൈവത്തോട് പ്രായശ്ചിത്തം തേടുന്ന പ്രാർത്ഥന, ഇസ്തിഗ്ഫാർ നിശ്ചിത പ്രാവശ്യം ആവർത്തിക്കണം. പിന്നെ പ്രത്യേക ഖുർആൻ വചനങ്ങൾ ഉരുവിടുന്നു. എന്നിട്ടാണ് പ്രതിജ്ഞ. അതിൽ മുരീദ് ഇപ്രകാരം പറയും. ബയ്യത്തിൽ എന്താ പറയേണ്ടത്? അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ പാപങ്ങളെയും തൊട്ട് ഞാൻ ദൈവത്തോട് പ്രായശ്ചിത്തം തേടുന്നു. ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ലെന്ന് അള്ളാഹുവിന്റെയും അവന്റെ ദൂതന്റെയും എന്റെ ശൈഖിന്റെയും മുമ്പിൽ വെച്ച് ഞാനിതാ പ്രതിജ്ഞ ചെയ്യുന്നു. ഇനി ഒരു തെറ്റും ചെയ്യില്ല.
ശേഷം തന്റെ തരീക്കത്തിലെ എല്ലാ മുൻഗാമികളുടെയും നാമങ്ങൾ വംശാവലി പ്രകാരം ശൈഖ് ഉരുവിടുന്നു. വംശാവലി പ്രവാചകന്റെ കാലം വരെ നീണ്ടുപോകും. എന്നിട്ട് ശിഷ്യനോട് ചോദിക്കും, ഈ ശൈഖുമാരെ മുഴുവൻ അംഗീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പോൾ അതെ എന്ന് ശിഷ്യൻ പറയും. അതെ, ഇന്ന വ്യക്തിയെ കല്യാണം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുന്നത് പോലെ ശൈഖ് ചോദിക്കണി, പറയുന്ന എല്ലാ ശൈഖുമാരെയും സ്വീകരിക്കാൻ സമ്മതമാണോ? ആ സന്ദർഭത്തിൽ സമ്മതമാണ്, ഈ ശൈഖുമാരെ മുഴുവൻ അംഗീകരിക്കാമെന്ന് അയാൾ പറയും. എന്നിട്ട് ശൈഖ് വീണ്ടും പറയാണ്, എന്നെ വഴികാട്ടിയായി അംഗീകരിക്കാൻ തയ്യാറാണോ? ശിഷ്യൻ അതെ എന്ന് പറയും. അതോടെ പ്രതിജ്ഞ തീരുകയാണ്. പിന്നെയോ അത് കഴിഞ്ഞിട്ട് ശൈഖ് ഒരു ഗ്ലാസ് മധുരപാനീയം എടുത്ത് അതിൽ ഖുർആൻ വചനങ്ങൾ ജപിച്ച ശേഷം അല്പം സ്വയം കുടിക്കുകയും ബാക്കിയുള്ളത് ശിഷ്യന് നൽകുകയും ചെയ്യും. ശിഷ്യൻ അത്യാദരപൂർവ്വം എഴുന്നേറ്റ് നിന്ന് ഗ്ലാസ് വാങ്ങി പാനീയം മുഴുവൻ കുടിക്കും. ശേഷം നന്ദി സൂചകമായി ശൈഖും ശിഷ്യനും നിസ്കാരം നിർവഹിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ചടങ്ങുകൾ, ആ ചടങ്ങുകൾ ഈ രൂപത്തിൽ തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ ക്രമപ്പെടുത്തിയിട്ട് അങ്ങനെ തന്റെ തരീക്കത്തിൽ ചേരുന്നയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ തന്റെ അടിമയാക്കി മാറ്റുക എന്ന പ്രവർത്തനമാണ് തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ ഇവിടെ നിർവഹിച്ചു കൊണ്ടിരുന്നത്. ഈ തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ വ്യത്യസ്ത ചിന്താഗതികളുമായി കടന്നു വന്നു. ആ ചിന്താഗതികൾ മുഴുവനും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടു. യഥാർത്ഥമാകട്ടെ ഒരിക്കലും ഇസ്ലാമിക സമൂഹം പറഞ്ഞതോ പഠിപ്പിച്ചതോ പ്രവാചകന്മാർ സമൂഹത്തിന് കൈമാറിയതോ ആയിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ പല നൂതന വിശ്വാസങ്ങളും ആചാരങ്ങളും മുസ്ലിം സമൂഹത്തിലേക്ക് ഈ തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ വഴി കടന്നു വന്നു. പല തരീക്കത്ത് പ്രസ്ഥാനങ്ങളും അവരുടെ ബൈലെ ആയി പ്രഖ്യാപിച്ചത് നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള മാലകളും മൗലിദുകളുമാണ്. നമ്മുടെ നാട്ടിൽ മാലകളും മൗലിദുകളും പ്രചരിച്ചത് ഇത്തരത്തിലുള്ള തരീക്കത്ത് പ്രസ്ഥാനങ്ങൾ വഴിയാണ്. അഥവാ ഖാദിരിയ തരീക്കത്ത്, ആ ഖാദിരിയ തരീക്കത്തിന്റെ ആളുകള് മുഹീദ്ദീൻ മാലയുണ്ടാക്കി. റിഫായിയ തരീക്കത്തിന്റെ ആളുകള് അവർ റിഫായി മാലയുണ്ടാക്കി. അത് കഴിഞ്ഞപ്പോ മഞ്ഞക്കുളം ശൈഖ് വന്നു. അപ്പോൾ മഞ്ഞക്കുളം ശൈഖിന്റെ മാലയുണ്ടാക്കി. അങ്ങനെ ഓരോ ശൈഖന്മാരും ഇങ്ങനെ വന്നപ്പോൾ അവരുടേതായ മാലകളും മൗലിദുകളും അതുപോലെ തന്നെ കിസ്സപ്പാട്ടുകളും സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. സ്വാഭാവികമായും ആളുകൾ വായിച്ചതും ആളുകൾ മതമായി പഠിച്ചതും ഈ കിസ്സപ്പാട്ടുകളും അതുപോലെ തന്നെ ഈ മാലകളും മൗലിദുകളുമായി അങ്ങനെ വന്നപ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ ചൈതന്യം എന്ത് എന്ന് അറിയാൻ സാധിക്കാതെ പോയ, പഠിക്കാൻ സാധിക്കാതെ പോയ ഒരു സമൂഹം ഇവിടെ ഉടലെടുത്തു. ആ സമൂഹത്തെ സ്വീകരിക്കുവാൻ, ആ സമൂഹത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് കേരളത്തിൽ ഒരു സംഘടന രൂപപ്പെട്ടത്. അതാണ് സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന. ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് എന്തിനാ? ഈ സംഘടന സമൂഹത്തിൽ, ഈ പ്രസ്ഥാന സമൂഹത്തിൽ കടന്നു വന്നത് എന്തിനാ? ഇത്തരത്തിൽ കടന്നു വന്ന മുഴുവൻ ചിന്താഗതികളെയും ന്യായീകരിക്കുവാൻ, ഇത്തരം ചിന്താഗതികളെ എല്ലാ നിലക്കും പരിപോഷിപ്പിക്കുവാൻ, ഇത്തരം ചിന്താഗതികൾക്ക് ന്യായാന്യായങ്ങൾ കണ്ടെത്തി കൊടുക്കുവാൻ, അതിനുവേണ്ടിയാണ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നത്. അതല്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ, പ്രവാചകന്റെ സുന്നത്ത് അതങ്ങനെ തന്നെ പറയുക എന്ന ഉദ്ദേശത്തിലല്ല. അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും പറയുക എന്ന നിലയിലല്ല സമസ്ത രൂപീകരിക്കപ്പെടുന്നത്. നേരെ മറിച്ച് ഇവിടെ ആളുകൾ ആചരിച്ചു വരുന്ന വിശ്വാസമുണ്ട്, ആളുകൾ കൊണ്ടു നടക്കുന്ന വിശ്വാസമുണ്ട്, ആളുകൾ പരിപാലിച്ചു വരുന്ന വിശ്വാസമുണ്ട്. അത് മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കൊണ്ടുവന്നതാണ്. അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ക്രമാനുഗതമായി ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് എന്ന തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ സമൂഹത്തിൽ ബാധിച്ചിട്ടുള്ള, സമൂഹത്തിൽ ഗ്രസിച്ചിട്ടുള്ള ഈ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, മാമൂലുകളെ നിലനിർത്തുവാനും അത് ആചരിക്കുവാനും അത് കൊണ്ടു നടക്കുവാനുമാണ് ഈ സമസ്ത എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത്തരത്തിൽ കടന്നു വന്ന ആദർശങ്ങൾ, ഇത്തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആദർശങ്ങൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതോ പഠിപ്പിച്ചതോ അല്ല. അത് തരീഖത്ത് പ്രസ്ഥാനമാകട്ടെ, മദ്ഹബി പക്ഷമാദിത്വമാകട്ടെ, അതിന് പുറമെ സമൂഹത്തിൽ കടന്നു വന്നിട്ടുള്ള ആചാരങ്ങളാകട്ടെ, ഒരിക്കലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതല്ല, പഠിപ്പിച്ചതല്ല, മാലിക് ഇബ്നു ദീനാറും കൂട്ടരും കൊണ്ടുവന്നതുമല്ല. നേരെ മറിച്ച് നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് തന്നെ ഉണ്ടായ അവസ്ഥ. ആ അവസ്ഥയെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇസ്ലാമിക വിജ്ഞാനകോശം, പൂങ്കാവനം പബ്ലിക്കേഷൻ പുറത്തുവിട്ട ഇസ്ലാമിക വിജ്ഞാനകോശത്തിന്റെ 1-ാം വാള്യം. ആ 1-ാം വാള്യത്തിൽ 78-ാമത്തെ പേജിൽ പറയുന്നത് കാണാം. ഇന്ത്യ രാജ്യത്തുണ്ടായത് വരെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, മതം മാറിയ ജനം പൂർവ്വ ആചാരങ്ങൾ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി എന്നാണ്. മതം മാറിയ ജനം, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകള് അവരുടെ പൂർവ്വ ആചാരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തിയതിനാൽ പല ഹിന്ദു ആചാരങ്ങളും മുസ്ലിം വേഷത്തിൽ പുനരവതീർണമായി. ഇരിപ്പിലും നടപ്പിലും ഇത് ദൃശ്യമായി. വിദേശ മുസ്ലിങ്ങളുടെ ആചാരങ്ങളും അവരെ സ്വാധീനിച്ചിരുന്നു. മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം അങ്ങനെ മിശ്രിതമായി എന്നാണ്.
മുസ്ലിം ഇന്ത്യയുടെ സംസ്കാരം ഒറിജിനൽ ഇസ്ലാമിയത്തല്ല, നേരെ മറിച്ച് അത് മിശ്രിതമായി എന്നാണ്. അതിന് ഉദാഹരണം ഇതിൽ വിശദീകരിക്കുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. അതിൽ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം എന്താണെന്നറിയോ? ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായം മുസ്ലിങ്ങളിലും എത്തിയെന്ന. ഇസ്ലാം പറഞ്ഞെന്താ? വിവാഹം കഴിക്കുമ്പോ മഹർ അങ്ങോട്ട് കൊടുക്കണം, പെണ്ണിന് കല്യാണം കഴിക്കുമ്പോ മഹർ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പെണ്ണിനെ കെട്ടാൻ, പെണ്ണിനെ കൊണ്ട്